നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ദേഷ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ഇടവരും. ഒരൊറ്റ തോൽവിയെ അന്തിമ പരാജയമായി തെറ്റിദ്ധരിക്കരുത്. നിശബ്ദതയിലൂടെ സഞ്ചരിക്കുക. ചെക്ക്മേറ്റ് പറയേണ്ട സമയമാകുമ്പോൾ മാത്രം മൗനം വെടിയുക. വിഡ്ഢിയും ജ്ഞാനിയും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരു വിഡ്ഢി തൻ്റെ ഇഷ്ടങ്ങൾ നിറവേറുമ്പോൾ മാത്രം സന്തോഷിക്കുന്നു. ഒരു യോദ്ധാവിന് സന്തോഷിക്കാൻ കാരണങ്ങൾ വേണമെന്നില്ല. നിങ്ങൾ ദുർബലനാണെന്ന് മറ്റുള്ളവർ കരുതട്ടെ. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തപ്പോൾ അവരെ അമ്പരപ്പിക്കുന്ന പ്രകടനം നടത്തുക. ആരും ഒരു വിജയിയായി ജനിക്കുന്നില്ല. തോൽവി സമ്മതിക്കാൻ വിസമ്മതിക്കുമ്പോൾ അജയനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. കൊടുങ്കാറ്റിന് നടുവിലും നിങ്ങൾ വിശ്വാസം കൈവെടിയരുത്. യഥാർത്ഥ യോദ്ധാക്കൾ എല്ലായ്പ്പോഴും വിജയിക്കുന്നവരല്ല, മറിച്ച് എല്ലായ്പ്പോഴും പോരാടുന്നവരാണ്. പ്രതിസന്ധികളെ ഉൾക്കൊള്ളുക. അത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കും. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ കഴിവും ശക്തിയും പൂർണ്ണമായി വിനിയോഗിക്കാതെ പ്രായമാക്കുന്നത് പരാജയമാണ്. ഏത് പോരാട്ടത്തിലും വിജയിക്കാൻ നിങ്ങൾ ഇതിനകം മരിച്ചതുപോലെ പോരാടണം. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം, എന്നാൽ നിങ്ങളുടെ മാനസിക അവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. ജീവിതത്തിൽ വേദന അനിവാര്യമാണെന്ന ലളിതമായ സത്യം നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. സമയമാണ് ഏറ്റവും മഹത്തായത്. സമയത്തിന് നാശമില്ല. ഒരു വിജയി മറ്റുള്ളവരെക്കാൾ ശക്തനായി നിലകൊള്ളുന്നില്ല എങ്കിൽ അവൻ വിലയില്ലാത്തവനായി മുദ്രകുത്തും. പരാജയമല്ല അവസാനം, പൊരുതാൻ വിസമ്മതിക്കുന്നതാണ് അവസാനം. യോദ്ധാവിൻ്റെ മനസ്സുള്ള ഒരു വിനീതനായ വ്യക്തിയേക്കാൾ ശക്തനായ മറ്റൊരാളില്ല. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ഒരിക്കൽ തിരിച്ചറിഞ്ഞാൽ അത് നേടാനായി ഏറ്റവും അധികം ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. വിഡ്ഢികൾ ഈ ലോകത്തെ ചൂഷണം ചെയ്യാൻ ജീവിക്കുന്നു. ജ്ഞാനികൾ ഒരു മികച്ച ലോകം സൃഷ്ടിക്കാനായി ജീവിക്കുന്നു. ഓരോ യുദ്ധവും പോരാടുന്നതിന് മുൻപ് തന്നെ വിജയം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞവയാണ്. പോരാടാനുള്ള സമീപനവും ദൈനംദിന ജീവിതവും ഒരുപോലെ ആയിത്തീരട്ടെ. ഒരു പോരാളി ബഹുമാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും കാവൽക്കാരനാണ്. ആദ്യം മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തുന്നതാണ്. എന്നെ തിരസ്കരിച്ചവരോട് ഞാൻ നന്ദിയുള്ളവനാണ്. അവർ കാരണമാണ് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പ്രാപ്തനായത്. മനസ്സിലാക്കുക എന്നതാണ് സർവപ്രധാനം. ഏതൊരു വിഡ്ഢിയും അത് തിരിച്ചറിയേണ്ടതുണ്ട്. നേട്ടത്തിൻ്റെ മൂല്യം അത് നേടിയെടുക്കുന്നതിൽ തന്നെയാണ്. നെഗറ്റീവ് വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഉപയോഗിച്ച അതേ ചിന്താഗതിയിലൂടെ നമുക്കതിന് പരിഹാരം കാണാനാകില്ല എന്ന് തിരിച്ചറിയുക. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുൻപിലുണ്ടാകും. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനും ദുർബലനായിരിക്കുമ്പോൾ ശക്തനുമായി മറ്റുള്ളവർക്ക് തോന്നാൻ ശ്രമിക്കുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു. വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കും.
നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. ഭാവിയിൽ മികച്ചതാകാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ ആരംഭിക്കുക. നിങ്ങൾക്ക് ശക്തരാകണമെങ്കിൽ തനിച്ചിരിക്കാൻ ശീലിക്കുക. ഒന്നിനും നിങ്ങളുടെ മനസ്സമാധാനത്തെ കെടുത്താൻ കഴിയാത്ത വിധം ശക്തനായിരിക്കുമെന്ന് സ്വയം ശപഥം ചെയ്യുക. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ് തുറക്കുക. പ്രതീക്ഷിക്കുന്നത് നിർത്തുക. സ്വീകരിക്കാൻ തുടങ്ങുക. ജീവിതം വളരെ എളുപ്പമാകും. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് പലപ്പോഴും ജലമായിരിക്കും. അതിൻ്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. മറ്റുള്ളവർ നിങ്ങൾക്ക് നേരെ കല്ലെറിയുന്നെങ്കിൽ നിങ്ങൾ അവയെ നാഴികക്കല്ലുകളാക്കി മാറ്റുക. ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായി തുടരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന്. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. വീഴ്ചകളൊന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല മഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ്. സാവധാനത്തിൽ നടക്കുന്നവനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും ഉള്ളവരാണ് വേഗത്തിൽ നടക്കുന്നവർ. ഓരോ യാത്രകളും നിങ്ങളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുകയും വിഷാദ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. നിശബ്ദത എന്ന ആയുധത്തിന് വാക്കുകളേക്കാൾ മൂർച്ചയുണ്ട്. ആരോടെങ്കിലും മോശമായി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുമ്പോൾ വായ് മൂടിക്കെട്ടി നിൽക്കുന്നതാണ് പക്വത. മനസ്സിനെ ജയിച്ചവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. ബുദ്ധിമാന്മാർക്ക് സാധാരണക്കാരേക്കാൾ സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്രമാത്രം അറിവ് നേടുന്നുവോ അത്രത്തോളം സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നു. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെയോ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്. കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്നും അകലും. ആത്മാഭിമാനം കുറഞ്ഞ ആളുകൾ മറ്റുള്ളവരെ നിരന്തരം വിമർശിക്കുന്നു. ഒരു വിഡ്ഢിക്ക് നൽകാനുള്ള ഏറ്റവും നല്ല ഉത്തരം നിശബ്ദതയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം രസകരമാണ്. മാതാപിതാക്കളുള്ള കാലമാണ് അവൻ്റെ ഏറ്റവും നല്ല സമയം. അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അവരോളം വരില്ല ഒരാളും. മനുഷ്യരെന്ന നിലയിൽ ജീവിതം നയിക്കാൻ അവസരം ലഭിച്ചതിന് നാം നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു അത് നിങ്ങൾ തന്നെയാണ്. വൈകി വരുന്ന തിരിച്ചറിവുകൾക്ക് കൂട്ടായി സമയം ഒരിക്കലും കാത്തു നിൽക്കാറില്ല. ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം. ഇല്ലെങ്കിൽ തോറ്റുപോകും. വിലയറിയാതെ നഷ്ടപ്പെടുന്ന പലതും വിലയുള്ളത് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവ നഷ്ടപ്പെട്ട ശേഷമായിരിക്കും. നിങ്ങൾക്കായി ജീവിക്കുക, നിങ്ങൾക്കായി പ്രവർത്തിക്കുക, എന്നാൽ ലോകത്തിനായി പ്രാർത്ഥിക്കുക.